സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നു, നിനക്ക് യാതൊന്നും വിട്ടു വന്നിട്ടില്ല. ആവർത്തനം 2:7 വാക്യം. ചിലപ്പോൾ ജീവിതയാത്രയും യഥാർത്ഥമായി ഇതുപോലെയാണ്. ഇസ്രായേലിലെ മരുഭൂമി യാത്ര നാം നമ്മുടെ യാത്രയോട് ചേർത്ത് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതവും അതുപോലെ പ്രയാസകരമാകാം. എന്നാൽ മറ്റു ചില സാധർമ്യങ്ങളും നമുക്ക് കണ്ടെത്താനാകില്ലേ? നാം നമ്മുടെ ജീവിതത്തിൽ യാത്രയ്ക്ക് ദൈവം കൂടാതെ സ്വന്തം കാലുവഴി തയ്യാറാക്കാറില്ലേ? ഇസ്രായേൽ മക്കളെപ്പോലെ നാം നമ്മുടെ ആഗ്രഹപൂർത്തീകരണത്തിനായി പിറുപിറുക്കുന്നു. അനുദിന പ്രയാസങ്ങൾ നാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ഇസ്രായേൽ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. ദൈവം ഉറപ്പ് തരുന്നു, ഒന്നിനും കുറവില്ലാത്ത വിധം അവൻ നമ്മെ കരുതും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇങ്ങനെ ചെയ്യാതിരുന്ന് നാം പരാജയപ്പെടുന്നു. ദൈവത്തിൻ്റെ റോഡ് മാപ്പ് പ്രകാരം തന്നെ നാം സഞ്ചരിക്കണം. നാം അവിടുത്തെ പാതകൾ പിന്തുടർന്നാൽ ഈ ലോകത്തിൻ്റെ അപകട വഴികൾ നമ്മെ എത്തിക്കുന്നതിനേക്കാൾ നല്ലയിടങ്ങളിൽ എത്തിക്കാമെന്ന് ദൈവം ഉറപ്പ് തരുന്നു, ഒന്നിനും കുറവില്ലാത്ത വിധം. നമ്മുടെ പാതകൾ നിയന്ത്രിപ്പാൻ നാം ദൈവത്തെ അനുവദിച്ചാൽ നാം അവിടുത്തെ കൂടെ ആനന്ദപൂർവ്വം യാത്രയും. ഇതെത്ര അനുഗ്രഹമായ ഉറപ്പാണ്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അവഗണിച്ച് നിങ്ങൾ സ്വന്തം വഴികൾ സഞ്ചരിച്ച അനുഭവമുണ്ടോ? നിങ്ങൾ നിരാശപ്പെട്ട് പുറപ്പെടുത്ത് എന്തിനാണ്? പ്രാർത്ഥിക്കും. വിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പാതകൾ പിൻപറ്റുന്നതിൽ എനിക്ക് വന്ന വീഴ്ച ക്ഷമിക്കണമേ. അങ്ങയുടെ പരിപാലനത്തെ സംശയിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെ സുനിശ്ചിതമായ പാതകളിൽ ശരണപ്പെടുവാൻ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.